3 മണിക്ക് ജോലി ആരംഭിക്കുന്ന നമ്മുടെ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ നഗരം ക്ലീൻ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതെല്ലാം പാളിപ്പോയിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ടവണ്ണം നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ വളരെ വ്യാപകമായിട്ട് പടരുന്നൊരു പശ്ചാത്തലമുണ്ട്. സുഗതൻ്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത് നീട്ടി കൊണ്ടുപോകുന്നത്. നഗരസഭയുടെ മേയറും ഭരണാധികാരികളും യഥാർത്ഥത്തിൽ ജനങ്ങളെ വല്ലാതെ വട്ടം ചുറ്റിക്കുന്ന, വഞ്ചിക്കുന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമസ്കാരം. കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ, അതായത് തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലറായ സുഗതനെ കൗൺസിലിൽ നിന്നും പുറത്താക്കുക എന്നുള്ള ശക്തമായുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPM നിലവിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിലാണ്. ഫ്ലക്സുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. കോർപ്പറേഷന് മുന്നിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം, അതായത് സുഗതനെ ഈ കൗൺസിലിൽ നിന്നും പുറത്താക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റിലേ സത്യാഗ്രഹ സമരം CPM നടത്തുകയാണ്. പാളയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് CPM ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. CPMൻ്റെ മുതിർന്ന നേതാവ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ നിലവിലിപ്പോൾ ഇവിടെയുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് CPM ഈ സുഗതനെ കൗൺസിലിൽ നിന്നും പുറത്താക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സുഗതനെ ജയിലിലടച്ചതിന് ശേഷം ഇതുവരെയും കൗൺസിൽ യോഗം ചേർന്നിട്ടില്ല സാർ. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ എന്ന് പറയുന്നത് യഥാസമയം ചേരുകയും നഗരാതിർത്തിയിലെ വിവിധങ്ങളായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ ക്ഷമാപൂർവ്വം ചർച്ച ചെയ്യുകയും തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സഭയാണ്. ദൗർഭാഗ്യത്തിന് കൗൺസിൽ യോഗം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഈ കാപ്പ കേസിൽ ഇപ്പോൾ ജയിലിലായിട്ടുള്ള സുഗതനെ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ സുഗതൻ്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത് നീട്ടി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നിരവധി പ്രശ്നങ്ങളാണുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ടവണ്ണം നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ വളരെ വ്യാപകമായിട്ട് പടരുന്നൊരു പശ്ചാത്തലമുണ്ട്. അതുപോലെ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് വിജയകരമായിട്ട് നടത്തിയിരുന്നതായിട്ടുള്ള ഈ ചവറുകളുടെ നീക്കം അത് ഏതാണ്ട് നിലച്ച മട്ടാണ്. എല്ലായിടത്തും ചവറ് കൂടിക്കിടക്കുന്നതായിട്ടുള്ള സാഹചര്യം കൂട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. രാവിലെ ആകുമ്പോഴേക്ക് രാത്രി 3 മണിക്ക് ജോലി ആരംഭിക്കുന്ന നമ്മുടെ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ നഗരം ക്ലീൻ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതെല്ലാം പാളിപ്പോയിരിക്കുകയാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ നിരവധി 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന നഗരം എന്നുള്ള നിലയിൽ നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുകയാണ്. അതിനെ തൻ്റെ ഇടത്തോടു കൂടി ഫേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവിടെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള വ്യത്യാസം കൂടാതെ നഗരസഭയിലെ 101 കൗൺസിലർമാരും ഒരുമിച്ച് നിന്ന് നഗരത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കുറവുകളും മറ്റുമൊക്കെ തന്നെ ചർച്ച ചെയ്യണം, കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാ വാർഡുകളിലും ഈ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട നഗരസഭയുടെ മേയറും ഭരണാധികാരികളും യഥാർത്ഥത്തിൽ ജനങ്ങളെ വല്ലാതെ വട്ടം ചുറ്റിക്കുന്ന, വഞ്ചിക്കുന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുഗതനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം അയാളൊരു ക്രിമിനലാണെന്നുള്ള കാര്യം, കൊടും ക്രിമിനലാണെന്നുള്ള കാര്യം. ഈ അയാൾക്ക് 19ഓ 20ഓ കേസൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമരത്തിൽ പങ്കെടുത്ത കേസുകളല്ല. മേയർ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. അതെ, മേയർ സംരക്ഷിക്കും. എന്തിനാ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നല്ലോ, രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായുമെല്ലാം ഞങ്ങൾ സംരക്ഷിക്കും. ആരെയാണ് സംരക്ഷിക്കുന്നത്? 5 കൊലപാതക ശ്രമ കേസടക്കമുള്ള 19 ഗൂണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കേസുകളുള്ള ഒരാളെ ഞങ്ങൾ സംരക്ഷിച്ച് തന്നെ തീരുമെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ BJP ഉയർത്തുന്നതായിട്ടുള്ള വെല്ലുവിളി ജനങ്ങൾക്ക് നേരെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞ പശ്ചാത്തലമാണ്. അതിൽ നിന്നൊക്കെ അവർ പിന്മാറുകയാണ് വേണ്ടത്. അവർ ആലോചിച്ച് പിന്മാറുകയാണ് വേണ്ടത്. എല്ലാ കാലത്തും ജനങ്ങളൊന്നും സമ്മതിച്ചു തരുമെന്നും വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ആളുകളിപ്പോൾ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് സഹിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നവർക്ക് തോന്നാൻ ഇടയുള്ള സാഹചര്യമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. ഇത് വേണ്ടിയിരുന്നില്ല, BJP അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല.
എന്ന് നഗരവാസികൾ ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പം അതുകൊണ്ട് നഗരസഭാ അധികൃതർ BJPയെ സംരക്ഷിക്കുക, ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുക എന്ന നില മാറ്റി 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് ചിന്തിക്കണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ. വളരെ നന്ദി. ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്, അതായത് അടിയന്തര വിഷയങ്ങളുണ്ട്, അതായത് നഗരത്തെ ബാധിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ പകർച്ചവ്യാധി സംബന്ധമായ വിഷയങ്ങളുണ്ട്, കുടിവെള്ള പ്രശ്നമുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതിനിടയിലാണ് ഈ കാപ്പ കേസിൽ പ്രതി അറസ്റ്റിലാകുന്നതും ജയിലിലാകുന്നതും. ഇതിന് ശേഷം കൃത്യമായി കൗൺസിൽ യോഗം ചേരുവാൻ ഇതുവരെയും മേയർ VV രാജേഷ് തയ്യാറായിട്ടില്ല. ഇത് 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.